നിമിഷപ്രിയയ്ക്ക് അവസാനം ആശ്വാസം. തൂക്കുകയറിന്റെ അടുത്തുവരെ എത്തിയ നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് യമനിൽ നിന്നും അറിയാൻ കഴിയുന്നത്. 2008 ജോലിക്കായി യമനിൽ പോയ നിമിഷപ്രിയ പിന്നീട് അവിടെ ഒരു ഹെൽത്ത് ക്ലിനിക് യമനി പൗരനായ തലാൽ മെഹന്ദിയുമായി ചേർന്ന് തുടങ്ങി. അവിടുത്തെ നിയമമനുസരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു പങ്കാളി ആ രാജ്യത്തെ പൗരനാവണം. പിന്നീട് സ്ഥാപന നടത്തിപ്പിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ബന്ധം വഷളാവുകയും ചെയ്തു. തന്നെ ശാരീരികമായും മാനസികമായും തലാൽ ഉപദ്രവിച്ചുവെന്നും ബിസിനസ്സിൽ കടുത്ത വഞ്ചന കാട്ടി എന്നുമാണ് മലയാളി നഴ്സായ നിമിഷപ്രിയ ആരോപിക്കുന്നത്. തലാൽ മെഹന്ദി നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും ചെയ്തു. തലാലിൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ യമനിയായ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അയാളെ മയക്കുമരുന്ന് കുത്തിവെച്ച് കൊല്ലുകയും ശരീരം കഷണങ്ങളാക്കി ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു മാസത്തോളം ഒളിവിൽ പോയെങ്കിലും അവർ പിടിക്കപ്പെടുകയായിരുന്നു. 2017 നിമിഷപ്രിയയെ യമനി ഹൂതി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ദയാഹർജിക്ക് അപേക്ഷിച്ചെങ്കിലും പ്രസിഡന്റ് അത് തള്ളുകയായിരുന്നു. കുറ്റകൃത്യം മറച്ചുവെച്ചതും കൊലപാതകം നടത്തിയതുമായിരുന്നു കാരണങ്ങളിൽ പ്രധാനം. വ്യക്തമായ ഭരണകൂടമില്ലാത്ത യുദ്ധഭൂമിയായ യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രവിശ്യയിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് പരിധിയുണ്ട്. നയതന്ത്രപരമായും ആ രാജ്യത്തിൻ്റെ മതനിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും നടത്തിയ നീക്കങ്ങളാണ് നിമിഷയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് വഴിതെളിച്ചത്. ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് എന്നറിയപ്പെടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനിലെ സൂഫി സ്കോളറായ ഹബീബ് ഉമർ ബിൻ ഹഫീസിനെ ബന്ധപ്പെട്ടുവെന്നും അദ്ദേഹം കൊല ചെയ്യപ്പെട്ടയാളുടെ വീട്ടുകാരുമായി സംസാരിച്ച് വധശിക്ഷ നീട്ടിവെക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുമാണ് പറയപ്പെടുന്നത്. ഇത് രാജ്യത്തിനോടുള്ള തൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് കാന്തപുരം കുറിച്ചിട്ടുണ്ടായിരുന്നു. നയതന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കാർ ഔദ്യോഗിക തലങ്ങളിൽ മാത്രം നടത്തുന്ന നീക്കങ്ങൾ മാത്രമല്ല, ആ രാജ്യത്തെ ജനങ്ങളും ഈ ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ആവശ്യമെങ്കിൽ കൃത്യമായ പദ്ധതികളോടെ പൗരന്മാരുടെ സഹായത്തോടെ നടത്തുന്ന നീക്കങ്ങൾ കൂടിയാണ് ഈ പറയുന്ന നയതന്ത്രം. കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ രാജ്യം തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്ന് എഴുതിയ സോഷ്യൽ മീഡിയ ആന്റി നാഷണൽ എലമെന്റ്സിനോട് പറയുവാനുള്ളത്, സർക്കാരിനൊപ്പം തന്നെ രാജ്യത്ത് ജനങ്ങൾക്കും അവരുടേതായ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. രാജ്യം തോൽക്കാൻ ആഗ്രഹിക്കുന്ന കപട രാജ്യസ്നേഹികളുടെ യഥാർത്ഥ രൂപം വെളിച്ചത്തു വരുന്നത് ഇത്തരം അവസരങ്ങളിലാണ്. ഗൾഫ് മേഖലകളിലും അങ്ങ് ദൂരെ ഉക്രൈനിലും യുദ്ധകലുഷിത മേഖലകളിൽ പല പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെട്ട് രാജ്യത്തിനു വേണ്ട കാര്യങ്ങൾ നടത്തിയെടുത്ത ഗവൺമെന്റിന് അന്നൊക്കെ സഹായകരമായത് ആ രാജ്യത്ത് ഉണ്ടായിരുന്ന അംഗീകൃത ഭരണകൂടവും അവരോടുള്ള നയതന്ത്ര അടുപ്പവുമായിരുന്നു. യുദ്ധകലുഷിതമായ യമനിൽ ഭരണകൂടമില്ലാത്തതുകൊണ്ടും ഹൂതികളുമായി അടുപ്പമില്ലാത്തതുകൊണ്ടും അവരോട് ചർച്ച ചെയ്യുവാൻ ബന്ധപ്പെട്ട മത നേതാക്കൾക്ക് മാത്രമേ കഴിയൂ എന്നതാണ് വാസ്തവം. അതുകൊണ്ട് നയതന്ത്ര നീക്കങ്ങൾക്കുപരിയായി പിൻവാതിലിലൂടെ ഇത്തരം മതപരമായ ഒരു നീക്കം നടത്തേണ്ടി വരികയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊല്ലപ്പെട്ട തലാൽ മെഹന്ദിയുടെ വീട്ടുകാർ ബ്ലഡ് ബഡി സ്വീകരിച്ച് നിമിഷപ്രിയയെ കുറ്റവിമുക്തയാക്കിയാൽ മാത്രമേ അവർക്ക് സ്വതന്ത്രരായി രാജ്യത്തിലേക്ക് തിരിച്ചു പോരുവാൻ സാധിക്കുകയുള്ളൂ. തൽക്കാലം വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിലും അവരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനായി ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. $1 മില്യൺ നൽകാമെന്ന് ധാരണയായെങ്കിലും അത് തലാലിൻ്റെ വീട്ടുകാർ അംഗീകരിച്ചിട്ടില്ല. തുടരെയുള്ള പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമേ അവരെ രക്ഷിക്കാനാവൂ.